ഹായ് നമസ്കാരം. എൻ്റെ പേര് ടിൻറ്റു ടോമി. എന്നെ പരിചയമുള്ളവരെന്നെ ടിൻറ്റുമോൻ എന്ന് വിളിക്കും. കാരണം നിങ്ങൾക്കറിയില്ലോ, ടിൻറ്റുമോൻ ജോക്സ് എന്ന് പറഞ്ഞൊരു ചാനലോട് കൂടി ഞാൻ പ്രസിദ്ധനായതാണ്. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ ഒരു യൂട്യൂബ് ചാനലുമായി നിങ്ങളിലേക്ക് വരികയാണ്. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എൻ്റെ വീഡിയോകൾ കാണണം, പരമാവധി സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഒരു പാചകക്കാരനാണ്. 10-15 വർഷമായിട്ട് പാചകത്തിൻ്റെ മേഖലയിലുണ്ട്. അപ്പോൾ ഈ COVID-19 കാലഘട്ടത്തിൽ ഈ പാചകവുമായി ബന്ധപ്പെട്ട് വർക്കുകളൊക്കെ വളരെ കുറവാണ്. അപ്പോഴാണ് എനിക്ക് ഈ ആശയമായിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തോന്നിയത്. ഞാൻ മാത്രമല്ല, കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലുള്ള പരമ്പരാഗത പാചക വിദഗ്ധരുമായിട്ട് നല്ലൊരു ആത്മബന്ധം എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസിന് പുറമെ അവരുടെയും വെറൈറ്റീസായ ഫുഡ് ഐറ്റംസുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യവും ഇതിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് ഫുഡ് ഞാൻ ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ മലബാറിൻ്റെ കുടിയേറ്റ മേഖലയിലൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ കാരണവന്മാരൊക്കെ പറമ്പിലെ പണികളും ഒക്കെ കഴിഞ്ഞ് അവരുടെ ഒരു സമയം പോക്കിനൊക്കെ ഷാപ്പിലൊക്കെ പോയിരുന്ന് ഷാപ്പിലെ കപ്പയും ആ കപ്പയോടൊപ്പം ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന മീൻ തലക്കറി, അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചെയ്യുന്ന ഓരോ ഘട്ടം ഘട്ടമായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പരമാവധി സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വർക്കിലേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ മാസ്ക് ധരിച്ചുകൊണ്ടാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ഇൻട്രഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാസ്ക് മാറ്റിയത്. മാസ്ക് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, ഉപ്പ്, കടുക്, ഉലുവ, വറ്റൽമുളക്, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കുടംപുളി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, പിന്നെ നമ്മുടെ ഐറ്റം നല്ല ചൂര തല, ഫ്രഷ് ചൂര തല. ഫ്രഷ് ചൂര പോലെ എനിക്ക് ഒരു ബിഗ് താങ്ക്സ് പറയാനുള്ള എൻ്റെ കിഴിപ്പള്ളിയുള്ള ഫ്രണ്ട് മനാഫിനോടാണ്. മനാഫ് പച്ചമീൻ്റെ ബിസിനസ് ഉള്ളവനാണ്. പറഞ്ഞ പാടെ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള 3 മീൻതല കൊടുത്തു വിട്ടിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇനി നമുക്ക് ആദ്യം തന്നെ മീൻതല ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളൊന്നും നമുക്ക് വേണ്ട, കുറേ വേസ്റ്റ് സംഭവങ്ങൾ എടുത്ത് കളയാനുണ്ട്. നമുക്ക് ഇതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ആ പല്ലുള്ള 2 ഭാഗം കട്ട് ചെയ്യാം. ഇതിനകത്ത് ശരിക്കും ഇത് നല്ല 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകി. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ എടുത്ത കപ്പയാണ്. കുഴപ്പമില്ല, നല്ല കപ്പയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കയ്പില്ലാത്ത കപ്പയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കപ്പ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം ചെറുതായിട്ടൊന്നും കൂടെ കൊത്തി ഞുറുക്കാനുണ്ട് നമ്മൾ കപ്പ വേവിക്കാൻ.
വലുപ്പത്തിൽ കട്ട് ചെയ്തിടാം. ഇതിൻ്റെ ഇടയ്ക്കോടെയുള്ള ഈ വേരുകൾ മുട്ടിയൊക്കെ എടുത്ത് കളയണം. എന്നാലേ അതിന് ഉള്ളി ശരിക്ക് വേഗമുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇത് 200 ഗ്രാം ചെറിയ ഉള്ളിയുണ്ട്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇഞ്ചി കനം കുറഞ്ഞിങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അത് 3 കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 4 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കനം കുറച്ച് ഇതേപോലെ അരിഞ്ഞെടുക്കണം തക്കാളി. അടുത്ത് ഒരു 4-5 പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തിടാം നൈസായിട്ട്. അടുപ്പ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. കാറ്റിൻ്റെ ചെറിയൊരു ഇതുണ്ട്, പുഴ സൈഡായതുകൊണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം അടുപ്പ് സെറ്റ് ചെയ്യാൻ. തീ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനോട് തീ ഒന്ന് സെറ്റ് ചെയ്ത് പിടിക്കട്ടെ. അതിൽ കുറച്ച് വെറും കൂടെ ചെയ്ത് കൊടുക്കാം. തീ പിടിച്ച് നമുക്ക് സെറ്റ് വെക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ മീൻ തലക്കറി വെക്കേണ്ട ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് ഉലുവ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഉള്ളി. അടുത്ത് കടുക് നമ്മുടെ ആവശ്യാനുസരണം കുറച്ച് കടുക് പൊടിച്ച് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഉള്ളി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുക. ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ വഴന്ന് വരണം. നമുക്ക് നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കാം. തക്കാളി നല്ലപോലെ വഴന്ന് വരണം. എന്നാലേ നമുക്ക് അടുത്ത് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, അരിഞ്ഞു വെച്ച പച്ചമുളക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ശരിക്കും വഴന്ന് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ സംഭവം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് മുളക് പൊടി. ആവശ്യത്തിന് ഒരു 4-5 കഷ്ണം കുടംപുള്ളി നമുക്ക്
ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഗ്രേവി തിളച്ച് റെഡിയായിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ തലയുടെ കഷ്ണങ്ങൾ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവി നല്ലപോലെ തിക്കായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം ഒന്ന് പരക്കി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ മസാല പിടിക്കേണ്ട പല പോർഷൻസ് ഉണ്ട്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് പിടിച്ച് വരണം. അതിനുശേഷം നമുക്ക് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് ഒന്ന് ശരിക്കൊന്ന് ഒന്ന് മൂടി വെക്കാം. നല്ലപോലെ ആവിയിൽ ഒന്ന് വേകാൻ വേണ്ടി. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട്. സംഭവം ഇതൊന്ന് ശരിക്കൊന്ന് ബോയിൽ ചെയ്ത്, അതായത് വെന്ത് വരാൻ ഒരു 10 മിനിറ്റ് ടൈം എടുക്കും. അതിപ്പോൾ കഷ്ണമീനാണെങ്കിൽ പോലും, സ്രാവാണെങ്കിൽ പോലും, തിമിംഗലമാണെങ്കിൽ പോലും മാക്സിമം ഒരു 10 മിനിറ്റ് അതിൻ്റെ വേവുണ്ട്. ആ ടൈം നമുക്കൊന്ന് വെന്ത് വരുന്ന ടൈം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഏതായാലും നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒന്ന് തുറന്നൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പൈസിയായ സ്മെല്ലാണ് വരുന്നത്. നല്ലപോലെ ഏകദേശം വേവായിട്ടുണ്ട്. ഒന്നും കൂടെ ഇളക്കി പോർഷൻസൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്കൊന്നും കൂടെ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങാം. മസാലയൊക്കെ നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലെ പോർഷൻസിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ. ഷാപ്പിലൊക്കെ ചെന്നിരുന്നാൽ പഴയ കാലത്തെ കാരണവന്മാർ ഇതേ മീൻകറിയും കപ്പയും കള്ളുമൊക്കെ പറഞ്ഞ് അവരുടെ പഴയകാല സൗഹൃദങ്ങളും ഒക്കെ പുതുക്കിക്കൊണ്ടിരുന്നൊരു ഓർമ്മ. അപ്പം ഞാനിത് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ വാങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കറിവേപ്പില ഒന്ന് കുറച്ച് കരിയാപ്പില ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നു. ഒന്ന് മിക്സ് ചെയ്യുന്നു, വാങ്ങി വെക്കുന്നു. അപ്പോൾ നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. കപ്പ നല്ലപോലെ തിള കയറിയിട്ടുണ്ട്. എന്താ അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വേവുണ്ട്, നമുക്ക് മൂടി വെക്കാം. കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല ചൂടാണ്. ഓക്കെ, വെന്തു നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല നൂറുള്ള കപ്പയാണ്. അതാണ് വേഗം ശകല താമസം വന്നത്. നല്ലപോലെ വെന്തു. നമുക്കിത് ഇതിനകത്ത് കപ്പ കോരിയിട്ട് മിക്സ് ചെയ്യാം. ഉപ്പുമെല്ലാം കറക്റ്റായിട്ടുണ്ട്. കപ്പ ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് ഇനി ഇത് ഇളക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതാണ് കപ്പ. നമ്മുടെയൊക്കെ നാട്ടിൽ ഷാപ്പിൽ കപ്പ വെക്കുന്നത് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മിക്ക ഷാപ്പുകളിലും കപ്പ ഇതേപോലെ പൊടിക്കപ്പയായിട്ടാണ് വെക്കുന്നത്. വീടുകളിൽ സാധാരണ വീട്ടമ്മമാരൊക്കെ ചെയ്യുന്നത്
തേങ്ങയരി പച്ചമുളകൊക്കെ അരപ്പ് ചേർത്താണ്. ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക. നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അവസാനം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല കപ്പയായിട്ടുണ്ട്. നല്ല കപ്പയാണ്. നമ്മൾ കപ്പ പൊളിക്കുമ്പോൾ കുറച്ച് നല്ല കപ്പയല്ല എന്നൊക്കെ തോന്നി, പക്ഷേ നല്ല രുചിയുള്ള കപ്പയാണ്. നമുക്ക് കടുക് വറുക്കാൻ വേണ്ടി ചട്ടി തീയ വെക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. കടുക് ചേർത്ത് കൊടുക്കാം. അടുത്തത് വറ്റൽ മുളക്, ശകലം ചെറിയുള്ളി അരിഞ്ഞത്, ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഴയില ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും ആ പഴയ ഒരു ഫീല് കിട്ടണേൽ വാഴയിലേക്കകത്ത് കഴിക്കുക എന്നുള്ളതാണ്. നമ്മളിന്നിപ്പം പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വാഴയില കഴിക്കുന്ന ആ ഫീല് വേറെ ഒന്നിനും കിട്ടിയില്ല. അപ്പോൾ കപ്പ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോരോ പാത്രത്തിലേക്ക് മാറ്റാം. ഇളക്കി ഒരു സൈഡ് തീർത്തെടുക്കാം. ഇതാണ് അവൻ്റെ ഈ പോർഷൻസ് ഉണ്ടല്ലേ, തലയുടെ യഥാർത്ഥ സ്റ്റൈൽ. നല്ല തിക്ക് ഗ്രേവി. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇവിടെ വന്നിരിക്കുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്. അതിൽ മൂവാറ്റുപുഴ സ്വദേശി ഏബലിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. കണ്ടിട്ട് തന്നെ നല്ല അടിപൊളി ലുക്കുണ്ട്, നല്ല സൂപ്പർ സാധനം. അപ്പോൾ നമ്മുടെ ആശാൻ്റെ കപ്പയും തലക്കറിയും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല മുളകൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കണ സാധനമാണ്. അപ്പോൾ കഴിക്കട്ടെ ആശാനെ. ഇടയ്ക്ക് തലയും ആ കപ്പയുടെ ഗ്രേവിയിലും മിക്സ് ചെയ്ത പീസും കൂടെ നമ്മൾ കഴിക്കുകയാണ്. നല്ല തനി നാടൻ സാധനം, നല്ല ആ ഒരു നാടൻ ടേസ്റ്റും ആ തലയുടെ ആ ഗ്രേവിയും നല്ല ക്ലിയർ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. അടുത്തത് നമ്മുടെ പാലക്കാട് നിന്നുള്ള സച്ചിൻ്റെ അഭിപ്രായം നമുക്കറിയാം. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. താങ്ക് യു. വടക്കൻ ജില്ലക്കാരൻ, കാസർഗോഡ് ബന്ദർക്ക സ്വദേശി ആനന്ദ്. അടിപൊളിയാണ്, കിടും, സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ സ്വന്തം കണ്ണൂർക്കാരനാണ് ഗൗതം. എങ്ങനെയുണ്ട് നോക്കാം. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പൊളി സാധനം, അടിപൊളി സാധനം.
തലക്കറിയുടെ ആ ടേസ്റ്റ് അതിൻ്റെ അത് സൂപ്പർ. മെയിൻ ആ ഹൈലൈറ്റ് സാധനം അടിപൊളി. തലയും ഗ്രേവിയും കപ്പയും കൂടെ സൂപ്പർ സൂപ്പർ. സുഹൃത്തുക്കളെ, എൻ്റെ ആദ്യ വീഡിയോ ആണ്. കപ്പയും മീൻ തലക്കറിയും. എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം ലൈക്ക് ചെയ്യണം. എല്ലാവരും ഈ ഫുഡ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. അടുത്ത ആഴ്ച ഇതേപോലെ മറ്റൊരു ഫുഡ് ഐറ്റം വെറൈറ്റിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടിൻറ്റുമോൻ റോക്സ്.